Welcome to SVG Academy. In the last class, we studied how to prepare an income and expenditure account and what are the special items or special terms used in not-for-profit organization. This is our 7th class regarding not-for-profit organization. ഇത് നമ്മളുടെ 7ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പ് അവസാനമായി നമ്മൾ പഠിച്ചത് 6ാമത്തെ ക്ലാസ്സിൽ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും ബാലൻസ് ഷീറ്റിലും അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന ചില സ്പെഷ്യൽ ടേംസുകൾ എന്തൊക്കെയാണ്, സബ്സ്ക്രിപ്ഷന്, ഡൊണേഷന്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ലെഗസി, ഇങ്ങനെയുള്ള ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ടുഡേ we are going to study the specimen of a income and expenditure account. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ സ്പെസിമെനാണ്. അതായത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏതെല്ലാം ഹെഡുകൾ വരും, അത് ഇൻകം സൈഡിൽ ഏതൊക്കെ വരും, എക്സ്പെൻഡിച്ചർ സൈഡിൽ ഏതൊക്കെ വരും, ഒരു സ്പെസിമെൻ. അതായത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ഏറെക്കുറെ എല്ലാ ഐറ്റംസും നമുക്ക് കവർ ചെയ്യാം. എല്ലാം 100% പറ്റിയില്ലെങ്കിലും ഏറെക്കുറെ നമുക്ക് വരാൻ പോകുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് ഇൻകം സൈഡിൽ വരാൻ പോകുന്നത്, ഏതൊക്കെയാണ് എക്സ്പെൻസ് സൈഡിൽ വരാൻ പോകുന്നത് നമുക്ക് മെൻഷൻ ചെയ്യാം. അത് ഏതൊക്കെ ഇൻകങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് തന്നെയാണ്. അതായത് ട്രേഡിംഗ് കൺസേണിൽ നമ്മൾ എക്സ്പെൻസ് പഠിച്ചു, ഇൻകം പഠിച്ചു. ഇവിടെയും അതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. എന്നാൽ ചില ഇൻകം മാത്രം, എക്സ്പെൻസ് എല്ലാം ഏകദേശം അത് തന്നെയാണ്, ഇൻകം മാത്രം പേര് മാറി. The same as in profit and loss account in trading account, the expense may be same. The name of the expense head, the name of head of account will be same, but some income may be in different name. അപ്പോൾ ഏതൊക്കെയാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ വരാൻ പോകുന്ന എക്സ്പെൻസുകൾ? ഒന്നാമത്തേത് സാലറിയാണ്. The first expense will be salary. We can write in any order, not in any specific order. We can write in any order as may be given in the question. Questionൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത് ആ പ്രകാരം തന്നെ ഓർഡറിൽ തന്നെ നമുക്ക് എഴുതാം, അതൊന്നും തെറ്റില്ല. അപ്പോൾ സാലറി ഫസ്റ്റ് വൺ, സാലറി എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരയ്ക്കുക. Income and expenditure account of so and so for the period ended so and so. Income, expenses. അതിൽ ഇൻകത്തിൽ ആദ്യം നമ്മൾ പറയുന്നത് സാലറിയാണ്. സാലറി നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യൻസിൽ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ മാർക്ക് ചെയ്യണം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇൻകമോ എക്സ്പെൻസോ അസറ്റോ ലാബിലിറ്റിയോ മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ആ രീതി ഫോളോ ചെയ്യുക. സാലറിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ട് നോക്കുക. അതായത് സാലറി ഈ വർഷത്തെ ഏതെങ്കിലും സാലറി കൊടുക്കാൻ ബാക്കിയുണ്ടോ, ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ സാലറി ഇതിൽ കൊടുത്ത് എഴുതുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, ബാലൻസ് ഔട്ടർ കൊടുത്ത് എഴുതുക. പിന്നെ ഉള്ളത് വേജസ് ആണ്. ഏതെങ്കിലും തൊഴിലാളികൾക്ക് എന്തെങ്കിലും പണി ചെയ്യുന്നതിന് വേജസ് കൊടുത്തിട്ട് അത് എഴുതുക. വേജസ്. പിന്നെ ഹോണററി ഉണ്ട്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും സ്പെഷ്യൽ ഗസ്റ്റിനെ നമ്മൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു പേയ്മെൻ്റാണ് ഹോണററി എന്ന് പറഞ്ഞു. സോ ദി നെക്സ്റ്റ് വൺ ഈസ് ഹോണറേറിയം. നെക്സ്റ്റ് ഈസ്
കൺസ്യൂമബിൾസ്. കൺസ്യൂമബിൾസ് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് പറയാം, നമ്മൾ സ്റ്റേഷനറി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. അതായത് പേരെടുത്ത് പറയാൻ ഓരോന്നും ചെറിയ ചെറിയ എമൗണ്ടുകളാണ്. അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കൺസ്യൂമബിൾസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമബിൾസ്, പെന്ന്, പെൻസില്, പേപ്പർ, കാർബൺ പേപ്പർ, ഇങ്ക്, ഓൾ സ്റ്റേഷനറി ഐറ്റംസ്. അതുകൂടാതെ വേറെ ആ സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുത്തുള്ള ടൂൾസുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൺസ്യൂമബിൾസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇൻ കൺസ്യൂമബിൾസ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ടാവും, കൺസ്യൂമബിൾസ് പറയുന്നുണ്ടാവും. ദെൻ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്. എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് എന്താണ്? എക്സ്പെൻസ് മെറ്റ് ബൈ ദി ഓർഗനൈസേഷൻ സം സ്പെഷ്യൽ ഇവൻറ്റ്സ്. ഇപ്പോൾ ഓണത്തിന്, ന്യൂ ഇയറിന്, ദീപാവലിക്ക്, വിഷുവിന്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ചില പ്രത്യേക ചിലവ്. ഇപ്പോൾ ഓണത്തിന് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഫുഡ് കൊടുത്തു. അത് നമ്മുടെ സൊസൈറ്റിയിലെ ഇപ്പോൾ ഓണത്തിന് വടംവലി മത്സരം നടത്താറുണ്ട്, ഓണ മത്സരം നടത്താറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഫുഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള. ഓഗസ്റ്റ് 15 നമ്മൾ ചോക്ലേറ്റ്സ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വിതരണം ചെയ്യുന്നതൊക്കെ വേണം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസാണ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്. പിന്നെയുള്ളത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയാണ്. അതായത് സ്പെസിഫിക് ആയിട്ട് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പിന്നെ ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ്. അപ്പോൾ നമ്മളുടെ വായനശാല അല്ലെങ്കിൽ ലൈബ്രറി, ഇതൊക്കെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, ക്ലബ്ബുകൾ. അവിടെയൊക്കെ നമ്മൾ എന്ത് വരുത്തും? എല്ലാ ന്യൂസ് പേപ്പറും വരുത്തും, എല്ലാ മാഗസിൻസും വരുത്തും. വരുന്ന ആൾക്കാർക്ക് അത് വായിക്കാം. സോ വി വിൽ subscribe all the newspaper, weeklies, books, everything. So that will come under newspapers and periodicals. അടുത്ത next one is postage. അതായത് നമ്മൾ തപാലിൽ അയക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പോസ്റ്റൽ സ്റ്റാമ്പോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റേജ്. പിന്നെ റെൻറ്റ് സാധാരണ തന്നെയാണ്. നമ്മളുടെ ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റെൻറ്റ്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും സ്ഥാപനത്തിന് എന്തെങ്കിലും മൈതാനങ്ങളോ, ഇപ്പോൾ സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫുട്ബോൾ കോർട്ട് ഉണ്ടാവും, വോളിബോൾ കോർട്ട് ഉണ്ടാവും, കബഡി കോർട്ട് ഉണ്ടാവും, ടെന്നീസ് കോർട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ സ്ഥാപനത്തിന് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുട്ബോൾ കോർട്ടൊക്കെയാണ് എന്ത് ചെയ്യണം? നമ്മളുടെ പുല്ലൊക്കെ നല്ല വെട്ടി മൈതാനം ഒക്കെ നല്ല ക്ലിയർ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് എക്സ്പെൻസാണ്. അതിൻ്റെ പേര് അപ്കീപ്പ് ഓഫ് ലോൺസ്. ലോൺ എന്ന് പറഞ്ഞാൽ LAWNS, പുൽത്തകിടി. ലോൺസ് പറഞ്ഞാൽ പുൽത്തകിടി. അപ്പോൾ നമ്മുടെ മൈതാനങ്ങളൊക്കെ നല്ല ക്ലീനാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്കീപ്പ് ഓഫ് ലോൺസ്, അതിനുള്ള ചിലവുകൾ. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ടാക്സുകളോ കാര്യങ്ങളോ എന്തെങ്കിലും മുനിസിപ്പൽ ടാക്സോ അങ്ങനെ എന്തെങ്കിലും ടാക്സുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സുകൾ ഉണ്ടെങ്കിൽ അത് മുനിസിപ്പൽ ടാക്സസ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഇൻഷുറൻസ്. നമ്മുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ സ്ഥാപനത്തിലുള്ള അസറ്റുകൾക്കോ ഇല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മെമ്പേഴ്സിനോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഷുറൻസാണ്. നെക്സ്റ്റ് വൺ ഈസ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. അതായത്
നമ്മളുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫർണിച്ചർ ഉണ്ട്, ഏതെങ്കിലും ചെറിയ മെഷീനറീസ് ഉണ്ടെങ്കിൽ അത്, ഫർണിച്ചർ ഉണ്ടാവും, ടി വി ഉണ്ടാവും, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഏതെങ്കിലും വിൽക്കുകയാണ് നമ്മൾ. ആ വിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് നഷ്ടമുണ്ടായാൽ ദാറ്റ് ഈസ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ലോസ് ഓൺ സെയിൽ ഓഫ് fixed assets. Loss on sale of fixed assets. Next one is depreciation, as usual. Depreciation. Next is audit fee. അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൾട്ടന്റുമാർക്കോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്കോ ഓഡിറ്റ് ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓഡിറ്റ് ഫീ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ എക്സ്പെൻസാണ്. മിസ്സലേനിയസ് എക്സ്പെൻസസ്, അതായത് ചെറിയ എക്സ്പെൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വാട്ട് ഈസ് മിസ്സലേനിയസ് ക്ലബിംഗ് ടുഗദർ. അപ്പോൾ ചെറിയ 10 രൂപ 5 രൂപ 20 രൂപ എന്നൊക്കെ ചെറിയ ചിലവിന് നമ്മൾക്ക് ഓരോ ഹെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാത്തിനെയും ചേർന്നിട്ട് നമുക്ക് വി ക്യാൻ segregate into a single head, that is miscellaneous expenses. Miscellaneous palavaga. All small expenses can be gathered together and should be accounted in a single head, that is called miscellaneous expenses or sundry expenses. Both are same. Miscellaneous expenses or sundry expenses, both are same. So we have seen salary, wages, honorarium, consumables, entertainment expenses, printing and stationery, newspaper and periodicals, postage, rent, upkeep of loans, municipal taxes, insurance, loss on sale of fixed asset, depreciation, audit fee, then telephone charges. നമ്മളുടെ സ്ഥാപനത്തിൽ നമ്മൾ ടെലിഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ 2 മാസം കൂടുമ്പോഴോ 1 മാസം കൂടുമ്പോഴോ നമ്മൾക്ക് അതിന് റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇറ്റ്സ് ഓൾസോ എൻ എക്സ്പെൻസ്. ടെലിഫോൺ ചാർജസ് അതൊരു എക്സ്പെൻസാണ്. അപ്പോൾ ഇങ്ങനെ ഏത് എക്സ്പെൻസ് വന്നാലും ഓൾ എക്സ്പെൻസസ് വി വിൽ റെക്കോർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ടു ദി എക്സ്പെൻസ് സൈഡ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനി ഇൻകം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ദി ഫസ്റ്റ് ഇൻകം ഈസ് സബ്സ്ക്രിപ്ഷൻ. ബൈ സബ്സ്ക്രിപ്ഷൻ, ആ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എഴുതുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ടോട്ടൽ എമൗണ്ട് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മുൻ വർഷങ്ങളുടെയോ വെദർ എനി സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ടു പ്രീവിയസ് ഇയർ ഓർ നെക്സ്റ്റ് ഇയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് സെപ്പറേറ്റ്ലി, ബിക്കോസ് വി ആർ പ്രിപ്പയറിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് all the receipts are recorded under cash basis. Here we will record the income and expenditure account under accrual basis of accounting. Cash basis അല്ല. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഏത് വർഷത്തെ കിട്ടിയാലും നമ്മൾ റെസീപ്റ്റ് ആണ് റെക്കോർഡ് ചെയ്തേ പറ്റൂ. സോ ഓൾ റെസീപ്റ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഇയർ ഓഫ് ഒക്കറൻസ്, 10 വർഷം മുമ്പത്തെ ഇപ്പോൾ കിട്ടിയാലും നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യും, അടുത്ത വർഷത്തെ ഇപ്പോൾ കിട്ടിയാലും നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ if it is under income and expenditure account, only the expenses or income related to the current year only will be recorded. അപ്പോൾ ആ കേസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറയും, if it is anything specially mentioned in the question, write the subscription in the inner column, and if any subscription receivable during the year, that means accrued income. If anything mentioned in the question, we have to add accrued this means. Now we will get a figure. Again we have to deduct less previous year.
ലെസ് പ്രീവിയസ് ഇയർ, മുൻ വർഷത്തെ തുക കുറയ്ക്കുക. എഗൈൻ ലെസ് unearned, less unearned. Unearned means what is unearned income? We have already studied what is unearned income, what is accrued expenses, what is prepaid expenses, what is unearned income, what is accrued income. All these four names we already studied in the last year in +1. What is unearned income? Income received in advance. അതായത് കിട്ടാനുള്ള ഇൻകം നമ്മൾക്ക് മുൻകൂട്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പേഴ്സ് അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ മുൻകൂട്ടി നമ്മൾക്ക് തരിക. അതായത് 2 വർഷത്തെ ഒന്നിച്ചടയ്ക്കുക. അപ്പോൾ എന്തായി? 2 വർഷത്തെ ഒന്നിച്ചടച്ചു കഴിഞ്ഞാൽ കറണ്ട് ഇയറിലെ പ്ലസ് വരാൻ പോകുന്ന വർഷത്തെയാണ്. അപ്പോൾ വരാൻ പോകുന്ന വർഷത്തെ ഇൻകം നമ്മൾക്ക് അൺഏൺഡ് ആണ്. ഇൻകം റിസീവ് ഇൻ അഡ്വാൻസ്. അത് നമ്മൾക്ക് കറണ്ട് ഇയറിൽ എടുക്കാൻ പറ്റില്ല, കാരണം അത് നെക്സ്റ്റ് ഇയറിലെ ഇൻകം ആണ്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി സബ്സ്ക്രിപ്ഷൻ. സോ ലെസ് അൺഏൺഡ്. ദി ബാലൻസ് എമൗണ്ട് വിൽ ബി ഷോൺ ഓൺ ദി ഔട്ടർ സൈഡ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓൺ ദി ഇൻകം സൈഡ്. ഈ അൺഏൺഡ് ഇൻകം നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇറ്റ് ഈസ് റീപേയബിൾ. ഇഫ് ദ അഗൈൻ ആസ്ക്ഡ് ഫോർ ദ റീഫണ്ട് യു ഹാവ് ടു റീപേ ഇറ്റ്. നമ്മൾക്ക് മുൻകൂട്ടി കിട്ടിയതാണ്, അത് നമ്മുടേതല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിച്ചത്. നെക്സ്റ്റ് ഈസ് ഗ്രാൻഡ് റിസീവ്. ഗ്രാൻഡ് ബൈ ഗ്രാൻഡ്. എന്താ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ? ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി എമൗണ്ട് ഗിവൺ ബൈ ഗവൺമെൻറ് ഫോർ ഇംപ്രൂവിങ് സംതിങ്. ഗവൺമെൻറ് കയ്യിൽ നിന്ന് ഏതെങ്കിലും കലയെ നമ്മൾക്ക് നമ്മളുടെ ക്ലബിനെയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ആക്ടിവിറ്റിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന തുകയാണ് ഗ്രാൻഡ്. അപ്പോൾ ആ ഗ്രാൻഡ് നമ്മളുടെ ഇൻകമാണ്. ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നമ്മൾക്ക് തരുന്ന തുകയാണ് നമ്മൾ ഗ്രാൻഡ് എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീയെ നമ്മൾ 2 കാറ്റഗറിയിലാണ് പെടുത്തുക. എൻട്രൻസ് ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് ഐദർ ഇറ്റ് മേ ബി ആൻ ഇൻകം ഓർ ഇറ്റ് മേ ബി എ ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇൻകത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ എൻട്രൻസ് ഫീയെ റവന്യൂ റെസീറ്റ് ആയിട്ട് പരിഗണിക്കണോ, വെദർ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് റവന്യൂ റെസീറ്റ് ഓർ ആസ് എ ഫണ്ട്. ക്വസ്റ്റ്യനിൽ രണ്ടും പറയുന്നില്ല എങ്കിൽ വി ഹാവ് ടു go for some basic steps. എന്തൊക്കെയാണ് പറഞ്ഞത്? വാട്ട് ഈസ് ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് വാട്ട് ഈസ് റവന്യൂ റെസീറ്റ്. ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ റെസീറ്റും എന്താണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത് താരതമ്യേന ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി എ ഹ്യൂജ് എമൗണ്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി നോൺ റിക്കവറബിൾ ഇൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി not recurring in nature. Capital receipt should be non-recurring in nature. ആവർത്തന സ്വഭാവമില്ല. അപ്പോൾ എൻട്രൻസ് ഫീ എന്ന് പറയുന്നതിന് ആവർത്തന സ്വഭാവമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ ദി വൺ ഡേ. ഒരാളെ അഡ്മിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അഡ്മിഷൻ ഫീ വാങ്ങിക്കാൻ പറ്റൂ, എപ്പോഴെപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ അത് ക്യാപിറ്റൽ റെസീറ്റ് അല്ലേ? ക്യാപിറ്റൽ റെസീറ്റ് നേച്ചർ പറഞ്ഞതാണ്. ഒന്നെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ഹ്യൂജ് എമൗണ്ട്, ഐദർ ഇറ്റ് ഷുഡ് ബി എ ഹ്യൂജ് എമൗണ്ട് ഓർ നോൺ റെക്കറിങ് ഇൻ നേച്ചർ. അപ്പോൾ ഇത് നോൺ റെക്കറിങ് ഇൻ നേച്ചറാണ്. ബട്ട് എമൗണ്ട് കുറവാണെങ്കിലോ
the entrance fee received 500 rupees. What we will do? Huge amount അല്ല, സ്മോൾ എമൗണ്ട് ആണ്. ബട്ട് അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നോൺ റെക്കറിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ദാറ്റ് വി ക്യാൻ ടേക്കൺ ടു ദി ഇൻകം സൈഡ് ഓഫ് ദി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഇൻകം സൈഡ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ബട്ട് ഓൺലി വൺ പോയിന്റ് യു ഹാവ് ടു റിമെമ്പർ. അങ്ങനെ നമ്മളതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകമായി എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്യണം. നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്താണോ, അതായത് ഇതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ അക്കൗണ്ടിൽ എടുത്തു എന്ന് നമ്മളുടെ ആ ആൻസർ ചെയ്യുന്ന ആളുടെ കണ്ടുപിടുത്തം എന്താണോ, അയാൾ അതിനെ എങ്ങനെയാണോ മനസ്സിലാക്കി, എന്തുകൊണ്ടാണോ അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുത്തത്, ബാലൻസ് ഷീറ്റിൽ എന്തുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഞാനതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു, ഇൻകമായിട്ട് പരിഗണിച്ചു. മറ്റൊരാൾ അതിനെ ക്യാപിറ്റൽ റെസീറ്റായി ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിച്ചു. രണ്ടുപേരുടെയും ആൻസർ ശരിയാണെന്നോ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ബോത്ത് ആർ റൈറ്റ്, രണ്ടും ശരിയാണ്. എങ്ങനെ? ഞാൻ എന്ത് ഉദ്ദേശത്തിലാണോ അത് ചെയ്തത്, വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ എ നോട്ട്. നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ശേഷം അതിന് താഴെയുള്ള സ്ഥലത്ത് നോട്ട് എന്നെഴുതുക. നോട്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെസീപ്റ്റ് സൈഡിൽ ഇൻകമായി പരിഗണിക്കാൻ കാരണം, അതിൻ്റെ കാരണം നോട്ട് എഴുതിയാൽ മതി. This entrance fee is a small amount, so hence I considered it as revenue receipt. ഇത് താരതമ്യേന ഒരു ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഇതിനെ റെവന്യൂ റെസീറ്റായി പരിഗണിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ റെവന്യൂ റെസീറ്റായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റെസീറ്റായി ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിച്ചാൽ അയാൾ എന്നപ്പോൾ എഴുതും, അയാൾക്ക് അയാളുടെ നോട്ടിൽ എഴുതാം entrance fee is a non-recurring income. Entrance fee is non-recurring. Hence, I have considered it as capital receipt. Entrance fee എന്ന് പറയുന്നത് നോൺ റെക്കറിങ് ആണ്, അതായത് ആവർത്തന സ്വഭാവമില്ലാത്തതാണ്, അത് വൺ ടൈം ആണ്. അതുകൊണ്ട് ഞാനതിനെ ക്യാപിറ്റൽ റെസീറ്റായി പരിഗണിച്ചു എന്ന് നോട്ടിൽ എഴുതി ചേർത്താൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരുടെയും ആൻസർ ശരിയാണ്, തെറ്റല്ല. പക്ഷേ നമ്മളുടെ എന്ത് ഉദ്ദേശത്തിലാണോ, എന്ത് കൺവെൻഷനിലാണോ നമ്മളതിനെ ചെയ്തത്, അത് മറ്റവർക്ക് പാസ് ചെയ്യണം. അതല്ലെങ്കിൽ അവരെന്ത് തീരുമാനിക്കും, ഇത് നമ്മൾക്ക് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാവും. പക്ഷെ തെറ്റ് പറ്റിയതല്ല എന്ന് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ നോട്ടിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്ന അനുമാനത്തിലാണ് ഇതിനെ ഞാൻ ഇന്നതായി പരിഗണിച്ചിരിക്കുന്നത്. ഐ ഹാവ് കൺസിഡേർഡ് ദിസ് ആസ് എൻട്രൻസ് ഫീ ആസ് ഇൻകം ബിക്കോസ് it is a small amount. Small amount is coming to a revenue receipt. So I have considered this amount as revenue receipt. So mentioned in the income side of the income and expenditure account. I have considered this amount as capital receipt because it is non-recurring in nature. So I have taken this amount to balance sheet as a liability, as a fund. Both you will get the mark. Another one is general donation. General donation. Donation, രണ്ട് donation ഉണ്ട്. We have two donations. One is general donation and one is special donation. സിമ്പിൾ ആണ്. ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്നത് ഓൾ വി ആർ ഗിവിങ് എവറി ഡേ. നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾ വരാറുണ്ട്, അവർക്ക് നമ്മൾ ഡൊണേഷൻ കൊടുക്കാറുണ്ട്, 100 രൂപ 50 രൂപ കൊടുക്കാറുണ്ട്. ദിസ് ഈസ് ഫോർ ജനറൽ പർപ്പസ്. സ്പെഷ്യൽ ഡൊണേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടാവും, ജനറൽ ഡൊണേഷൻ ഓർ സ്പെഷ്യൽ ഡൊണേഷൻ. ജനറൽ ഡൊണേഷൻ മാത്രമേ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം എടുക്കാൻ പറ്റുള്ളൂ. സോ ജനറൽ ഡൊണേഷൻ വിൽ ബി അനദർ ഇൻകം. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, നമ്മളുടെ ബാങ്കിലുള്ള തുകയ്ക്ക് നമ്മൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ്സ് ഓൾസോ എൻ ഇൻകം. അപ്പോൾ നമ്മളുടെ ബാങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഉള്ള ഡെപ്പോസിറ്റിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ
It is an income. Next is dividends. Dividends. What is dividend? എന്താ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ഷെയറുകളുടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കമ്പനി ലാഭത്തിൻ്റെ ഒരു വിഹിതം നമ്മൾക്ക് തരും. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിനെ നമ്മൾ കാണാറുണ്ട്. എല്ലാ കമ്പനികളുടെയും ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയറാണ്. അതായത് പബ്ലിക്കാണ് അതിൻ്റെ ഓണേഴ്സ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഉടമസ്ഥന്മാർ എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കാണ്. അതായത് നിങ്ങളും ഞാനും എന്നെയും പോലെയുള്ള ആളുകൾ കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർ വാങ്ങിച്ച് ആ ഷെയറാണ് കമ്പനിയുടെ മൂലധനം. ദാറ്റ് ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഇങ്ങനെ നമ്മൾ ഷെയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കമ്പനികളുടെ ഷെയറുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിട്ടേൺ കിട്ടണ്ടേ? നമുക്കിപ്പോൾ 5 ലക്ഷം രൂപയുടെ ഷെയർ നമ്മൾ L&Tയുടെയോ ഏതെങ്കിലും കമ്പനികളുടെ നമ്മൾ ടാറ്റയുടെയോ എയർ ഇന്ത്യയുടെയോ ഒക്കെ ഷെയറുകൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ 5 ലക്ഷം റുപ്പീസ് കമ്പനി ചെന്നു, അതാണ് അവരുടെ ക്യാപിറ്റൽ. അത് വെച്ചാണ് വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വി ഹാവ് ടു ഗെറ്റ് സംതിങ്. സോ ഫോർ ദി ഷെയർ ഹോൾഡർ ദി കമ്പനി ഈസ് നോട്ട് ഗിവിങ് ഇൻട്രസ്റ്റ്. ഡെപ്പോസിറ്റ് പോലെ കമ്പനി നമ്മൾക്ക് ഷെയറിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് അല്ല തരിക. പകരം കമ്പനിയുടെ ലാഭം എത്രയുണ്ടോ അതിൻ്റെ ഒരു വിഹിതം നമുക്ക് തരും. അതിൻ്റെ പേരാണ് ഡിവിഡൻഡ്. സോ വാട്ട് ഈസ് ഡിവിഡൻഡ്? ഡിവിഡൻഡ് ഈസ് ദി ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരംശം ഷെയർ ഹോൾഡർ കൊടുക്കുക. അത് അവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഓരോ ഷെയർ ഹോൾഡർക്കും എത്രയാണ് കൊടുക്കാനുള്ളത് ആ പ്രോഫിറ്റ് നമ്മൾ വീതിക്കും. So dividend is also an income. Next is any other income regarding a special purpose. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചു, നമ്മളിപ്പോൾ ഒരു നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലബ്ബുകളിൽ നാടകങ്ങൾ, ഫിലിം ഷോകൾ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വയ്ക്കും. അതുപോലെ തന്നെ സംഗീത കച്ചേരികൾ, കഥാപ്രസംഗങ്ങൾ, മറ്റ് ഏതെങ്കിലും ഓണത്തിനോ അങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിൽ നമ്മൾ എന്തെങ്കിലും ഈവൻറ്റ്സ് സംഘടിപ്പിക്കും. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ടിക്കറ്റ് വയ്ക്കും. അപ്പോൾ ഈ ടിക്കറ്റിന് നമുക്ക് കിട്ടുന്നത് ഇൻകമല്ലേ? ഇൻകമാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളക്ഷൻ ഫ്രം സ്പെഷ്യൽ ഷോ, കളക്ഷൻ ഫ്രം സ്പെഷ്യൽ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി ഇതാണ്, നമ്മൾ ഇൻകമായിട്ട് പരിഗണിക്കുക. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നമ്മൾക്ക് ലാഭം കിട്ടി എങ്കിൽ അതും ഇൻകമാണ്. ലോക്കർ റെൻറ്റ്. എന്താ ലോക്കർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ബാങ്കിൽ കൊണ്ട് ലോക്കറിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബാങ്ക് നമുക്കൊരു കീ തരും. ബാങ്കിലൊരു കീ ഉണ്ടാവും, നമ്മൾക്കൊരു കീ ഉണ്ടാവും. ആ ലോക്കർ തുറക്കാനുള്ള അധികാരം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലോക്കർ തുറക്കാനുള്ള അധികാരം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മളുടെ വാല്യുബിൾസ്, ഗോൾഡോ ഡോക്യുമെൻറ്റ്സോ എല്ലാം നമുക്ക് നമ്മുടെ ലോക്കറിൽ കൊണ്ട് സൂക്ഷിക്കാം. അപ്പോൾ ആ ലോക്കറിൽ നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ ആ ബാങ്കിൽ നമ്മൾ ഒരു റെൻറ്റ് കൊടുക്കണം, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഇതേപോലെ ലോക്കറുകൾ നമ്മളുടെ ക്ലബിലോ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ വെച്ച് മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് റെൻറ്റ് വാങ്ങിക്കൂടെ? വാങ്ങാം. അതാണ് ലോക്കർ റെൻറ്റ്. അപ്പോൾ ലോക്കർ റെൻറ്റ് പെയ്ഡ് ഓർ വെദർ ഇറ്റ് ഈസ് ലോക്കർ റെൻറ്റ് റിസീവ്ഡ്. ഇവിടെ നമ്മൾ പറഞ്ഞ ലോക്കർ റെൻറ്റ് റിസീവ്ഡ് ആണ്. അപ്പോൾ ലോക്കർ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകമാണ്. ലോക്കർ റെൻറ്റ് അപ്പോൾ എന്താണ് ലോക്കർ എന്ന് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ക്ലോക്ക് റൂം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ലോക്കർ പോലെ തന്നെയാണ്, പക്ഷേ ഇറ്റ് ടെമ്പററി ആണ്. രണ്ട് വ്യത്യാസമാണ്. ലോക്കർ നമ്മൾ പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്, ഒരു വർഷത്തേക്കുള്ളതായിരിക്കും നമ്മളുടെ എഗ്രിമെൻറ്റ്. ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും പുതുക്കണം. ക്ലോക്ക് റൂം എന്ന് പറയുന്നത് ടെമ്പററി ആണ്. നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ ക്ലോക്ക് റൂം ഉണ്ട്, നമുക്ക് നമ്മുടെ ബാഗേജുകളൊന്നും സൂക്ഷിക്കണം. അതിന് വാടക റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 1 hour 2 hour 3 hour 1 ഡേയോ നമുക്കിട്ട് നമ്മുടെ ലാഗേജ് അവിടെ സൂക്ഷിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ക്ലോക്ക് റൂം സൗകര്യം നമ്മൾക്കുണ്ടെങ്കിൽ, അതിന് നമ്മൾക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ ഫെനി ഇൻകം ഫ്രം സച്ച് ഓപ്ഷൻ ദാറ്റ് ഓൾസോ വി ഹാവ് മെൻഷൻ. ക്ലോക്ക് റൂം റെൻറ്റ്
അതുപോലെ തന്നെ നമ്മൾക്ക് ഹാളുകളുണ്ട്. ഇപ്പോൾ ചില ക്ലബ്ബുകൾ, വലിയ ക്ലബ്ബുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പള്ളികൾ, അമ്പലങ്ങൾ, ഇവർക്കൊക്കെ എന്തുണ്ട്? ഹാളുകളുണ്ട്. അപ്പോൾ ഈ ഹാളിൻ്റെ റെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഹാൾ റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ന്യൂസ് പേപ്പറുകൾ, മാഗസിൻസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നു പറഞ്ഞു. ന്യൂസ് പേപ്പറും മാഗസിനും ഇന്നലത്തെ ന്യൂസ് പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി അത് ഒരു വർഷം ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പർ കൂടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറേ ആയി കഴിയുമ്പോൾ ആ ന്യൂസ് പേപ്പർ എടുത്ത് വിൽക്കും. അങ്ങനെയാണെങ്കിൽ ആ ന്യൂസ് പേപ്പർ വിറ്റാൽ നമുക്ക് കിട്ടുന്നത് ഇൻകം അല്ലേ? അപ്പോൾ സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, receipts from the sale of newspaper and magazine, receipts from sale of magazine, receipts from sale of newspaper, everything. മിസ്ലേനിയസ് എക്സ്പെൻസ് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ചെറിയ ഇൻകങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് മിസ്ലേനിയസ് ഇൻകം എന്ന് പറഞ്ഞില്ല. ഏതെങ്കിലും ചെറിയ ഇൻകങ്ങൾ. ഇപ്പോൾ നമ്മുടെ ക്ലബിൽ ഒരു 10 തെങ്ങുണ്ട്, അതിൽ കുറച്ച് തേങ്ങയുണ്ട്. ആ തേങ്ങ വിറ്റ് ഒരു 500 രൂപ കിട്ടി. ഇറ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് ഇൻകം. അതൊരു മിസ്ലേനിയസ് ഇൻകമാണ്. അല്ലെങ്കിൽ 100 രൂപ കിട്ടി, ഒരു 10 തേങ്ങ പൊഴിഞ്ഞ് താഴെ വീണു, നമ്മൾ അതിനടുത്ത് വിറ്റു, 100 രൂപ കിട്ടി. സോ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് മിസ്ലേനിയസ് ഇൻകം. Then after completing the expenses and income, we will see which side is higher. Most of the cases the credit side will be higher than the expenditure side, because if the income side is higher than the expenditure side, that is called excess of income over expenditure. So total the income side, transfer the grand total of income side to the debit side of the income expenditure account, find out the difference. The difference will be surplus, that is excess of income over expenditure. In the same way, sometimes the expense side may be higher than the income side. In such a case, we will add the expense side of the income and expenditure account, transfer the figure to the credit side of the income and expenditure account. We will find out the difference. So income is higher than the expenditure is higher than the income. That is called deficit. That means excess of expenditure over the income. So we have studied what are the main head of expenses and income that should be placed in income and expenditure account. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏകദേശം വരാൻ ചാൻസ് ഉള്ള എല്ലാ എക്സ്പെൻസുകളും എല്ലാ ഇൻകത്തിനെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ 7ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, എല്ലാവരോടും ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും പഠിക്കട്ടെ. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ we will work out the problems, how to solve the problems. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും നമ്മളൊരു 10 പ്രോബ്ലം ചെയ്യും. അതിൽ കുറച്ച് പ്രോബ്ലംസിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ സ്വന്തം ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് അതിൻ്റെ ആൻസർ ശരിയാണെന്ന് നോക്കാം, അതിനെ വിശദീകരിച്ച് തരാം. സോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എല്ലാവരും പഠിക്കട്ടെ. എല്ലാ ക്ലാസ്സിനും പറയാറുള്ളവർ തന്നെ ആരും ബൈഹാർട്ട് പഠിക്കരുത്,
നിങ്ങൾക്ക് ഏതെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ക്ലാസ്സുകൾ ഏതെങ്കിലും തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവായി കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.